ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമും വേതാളവും മനസ്സുകൊണ്ട് ഒരുപാട് അങ്ങ് അടുക്കാണ് കേട്ടോ. പരസ്പരം പിരിയാത്ത വിധത്തിൽ ഇവർ രണ്ടുപേരും സ്നേഹത്തോടുകൂടി മുൻപോട്ട് പോകുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അങ്ങനെ വേദയുടെ മനസ്സിലെ ആ ഒരു പ്രണയവും വിക്രമിനോടുള്ള ആ ഒരു സ്നേഹവും കരുതലും എല്ലാം വിക്രമും മനസ്സിലാക്കുകയാണേ. വേദയും വിക്രമിന് തന്നോടുള്ള ഒരു അടുപ്പവും സ്നേഹവും ഒക്കെ വേദയും തിരിച്ചറിയാൻ കേട്ടോ. അങ്ങനെ പരസ്പരം സന്തോഷത്തോടുകൂടി പ്രശ്നങ്ങൾക്കെല്ലാം ഒടുവിൽ ഇനി മുൻപോട്ട് നല്ലൊരു ജീവിതം നയിക്കണമെന്നൊക്കെ രണ്ടുപേരും തീരുമാനം എടുക്കാൻ കേട്ടോ. കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് സന്തോഷമുള്ള ഒരു കുടുംബജീവിതം മുൻപോട്ട് നയിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം രണ്ടുപേരുടെയും ഉള്ളിൽ മുളപൊട്ടിയിരിക്കുകയാണേ. അങ്ങനെ ഇരിക്കുകയായിരിക്കും നമ്മുടെ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവുകയാണ് കേട്ടോ. വിക്രമം വേദയും കൂടെ ഒന്നിച്ചാവാനൊക്കെ. അങ്ങനെ ഇടുക്കിയിലായിരിക്കുമല്ലോ ഇപ്പോൾ അവർ താമസിക്കണേ. ആ ഒരു സമയത്ത് നല്ലൊരു മഴയൊക്കെ പെയ്യാണ് കേട്ടോ. നല്ലൊരു തണുപ്പൊക്കെ ആയിരിക്കും. ഒന്നാമതേ നല്ല തണുപ്പാണ്. ആ ഒരു സമയത്ത് നല്ലൊരു മഴയൊക്കെ പെയ്യാണേ. അങ്ങനെ ഇരിക്കുകയാണ്. രാത്രിയിൽ നമ്മുടെ വേദയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതാകാണ് കേട്ടോ. നല്ല പനിയും ജലദോഷവും ഒക്കെ ആവുകയാണുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ വിക്രമാണെങ്കിൽ പരിചരിക്കുന്നൊക്കെ ഉണ്ട്. വേദയ്ക്ക് ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ ടാബ്ലറ്റ്സ് കൊടുക്കുകയും തുടച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നെറ്റിയിലാണെങ്കിൽ തുണി നനച്ചിടുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ വേദേനെ ഒരു കുഞ്ഞ് എന്ന പോലെ തന്നെ കെയർ ചെയ്യാൻ കേട്ടോ വിക്രം. എന്നിട്ടും വേദയുടെ പനിയൊന്നും കുറയുന്നില്ല കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ വേദ ആദ്യം വിസമ്മതിക്കുകയാണ്. അപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. ആ ഒരു സമയത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക എന്ന് പറയുന്നത് അവിടെ സാധിക്കില്ലായിരിക്കും. അങ്ങനെ രാവിലെ വരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം എന്നൊക്കെ വിക്രമം പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ വേദയ്ക്ക് ഒട്ടും തന്നെ കഴിയണില്ല. വേദയ്ക്ക് ഒട്ടും തന്നെ പറ്റണില്ല. പനി നല്ല കൂടുതലാണ്. വേദനെ വിറയ്ക്കാൻ കേട്ടോ. അങ്ങനെ പുതപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ വിക്രം. എങ്കിലും ആ പുതപ്പിൻ്റെ ചൂടൊന്നും വേദയ്ക്ക് ഏൽക്കണേ ഇല്ല. അങ്ങനെ 2-3 പുതപ്പുകൾ ഇങ്ങനെ പുതച്ചു കൊടുത്തിട്ടും വേദ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിക്രമിനെ പെട്ടെന്ന് വേദ ഇങ്ങനെ കൈ കൊണ്ട് വലിച്ച് വേദയുടെ അടുക്കിലേക്ക് കിടത്തുകയാണ് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തന്നെ കിടന്നുറങ്ങുകയാണ്. ഈ സമയത്ത് വിക്രമാണെങ്കിലും ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ പരസ്പരം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നാകുകയാണ് കേട്ടോ രണ്ടുപേരും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വേദയുടെ പനിയൊക്കെ ചെറിയൊരു തോതിലൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ വിക്രമിനും വേദയ്ക്കും ചെറിയൊരു നാണുണ്ട്. വേദയ്ക്കാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് പോലും ഉള്ള ഒരു ഓർമ്മ കാണില്ല കേട്ടോ. എന്നിട്ട് വേദയ്ക്ക് മനസ്സിലാകുകയാണ്. കാരണം വേദയുടെ കമ്മലൊക്കെ കട്ടിലിൽ കിടപ്പുണ്ടായിരിക്കും. അതുപോലെ തന്നെ വിക്രത്തിൻ്റെ നാണവും ഒക്കെ കാണുമ്പോൾ ഇന്നലെ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു എന്ന് വേദയും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് വിക്രമാണെങ്കിൽ വേദയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, സോറി, താൻ എന്നോട് ക്ഷമിക്കണം. ഇന്നലെ സംഭവിച്ചത് അത് തൻ്റെ സമ്മതത്തോടു കൂടിയില്ല, അതുപോലെ തന്നെ യാദൃശ്ചികമായതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേദയും പറയുന്നുണ്ട്, എനിക്കറിയാം, എനിക്കിപ്പോൾ ഓർമ്മ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാനും. അതുകൊണ്ട് വിക്രം എന്തിനാ എന്നോട് മാപ്പ് പറയുന്നത്? നമ്മൾ പഴയ പോലെയൊന്നും അല്ലല്ലോ. ഇനി ഒരുമിച്ച് മുൻപോട്ട് ജീവിക്കാൻ വേണ്ടി തീരുമാനമെടുത്തവരല്ലേ. ഇനി വിക്രമിന് എന്നോട് ഈ ഫോർമാലിറ്റീസൊക്കെ വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വിക്രമം പറയുന്നുണ്ട്, അതല്ലടോ, ഇപ്പോൾ ഇതൊന്നും വേണ്ടായിരുന്നു, എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞതിന് ശേഷം മാത്രം മതിയായിരുന്നു, അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അതൊക്കെ ഒരു ദൈവനിശ്ചയമാണ്, അതിനൊക്കെ അതിൻ്റേതായ സമയങ്ങളുണ്ട്, എല്ലാം അതിൻ്റെ വഴിക്ക് തന്നെ മുൻപോട്ട് പോയിക്കോട്ടെ, നമ്മളുടെ വിവാഹം പോലും ഈശ്വര നിശ്ചയമല്ലേ, അല്ലാതെ നമ്മൾ നിശ്ചയിച്ചിട്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ഒരു ആശ്വാസവാക്കൊക്കെ വേദയും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദയ്ക്ക് നല്ല നാണം വരികയാണ്. അങ്ങനെ വേദയോട് പിന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ വിക്രം, വേണ്ട, എൻ്റെ അസുഖം പാതി തന്നെ കുറഞ്ഞിട്ടുണ്ട്, ഇനി കുഴപ്പമൊന്നുമില്ല, ഇന്നൂടെ റെസ്റ്റ് എടുത്താലും മതി, നാളെ ഞാൻ തോട്ടത്തിൽ പൊയ്ക്കോളാം എന്നൊക്കെ വേദയും പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്കൊക്കെ ശേഷം ഇങ്ങനെ നമ്മുടെ വേദയ്ക്കാണെങ്കിൽ വല്ലാതെ തല ചുറ്റുകയും ഒക്കെ ചെയ്യാൻ കേട്ടോ. ആ ഒരു സമയത്ത് വിക്രം വന്നിട്ട് ചോദിക്കുന്നത്, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, അറിയില്ല, എന്തോ ഒരു വല്ലായിക, ഇന്ന് തോട്ടത്തിൽ നിന്നപ്പോഴും എനിക്ക് നിൽക്കാൻ പോലും പറ്റണില്ലായിരുന്നു. അപ്പോൾ ഓർത്തു നട്ടുച്ച സമയമായിരുന്നു, ആ സമയത്ത് വെയിൽ കൊണ്ടതിൻ്റെ ആയിരിക്കുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ശരീരം നേരെ നിൽക്കുന്നില്ല, എന്തോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത, ഒരു മനം പുരട്ടൽ പോലെ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ ഗിവർഗസിൻ്റെ ഭാര്യ അവിടേക്ക് എത്തുന്നത്. എന്താ മോളെ, എന്താ പറ്റിയേ? മോൾക്ക് സുഖമില്ലേ? ഇന്ന് തോട്ടത്തിൽ വെച്ച് മോള് ഒരു വല്ലായികയൊക്കെ പറഞ്ഞല്ലോ, എന്നിട്ട് മോൾക്ക് കുറവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, കുറവില്ല ചേച്ചി, എന്തോ ഒരു മനം പുരട്ടൽ പോലെയൊക്കെ തോന്നുകയാണ്, എന്താണെന്നറിയില്ല എന്നൊക്കെ പറയുമ്പോൾ വിക്രം പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിക്കുമ്പോൾ
ചേച്ചി പറയാണ്, ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്, ഇതിനെ ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല, ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പറയാൻ കേട്ടോ. ഒരു ഡാഡി മമ്മി ആകാൻ പോകുക രണ്ടുപേരും, അത്ര തന്നെ എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കാൻ കേട്ടോ ആ ചേച്ചി. ഇത് കേൾക്കുമ്പോൾ അത്ഭുതവും അതുപോലെ തന്നെ ഒരു ആശ്ചര്യത്തോടു കൂടി രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്. ആ സമയത്ത് ചിരിക്കണോ അത് കരയണോ എന്നൊരവസ്ഥയിലായിരിക്കും കേട്ടോ രണ്ടുപേരും, കാരണം ഒട്ടും പ്രതീക്ഷിച്ചത് അല്ലായിരിക്കുമല്ലോ. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വിക്രമാണെങ്കിൽ വേദേനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കേട്ടോ. അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ വേദയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണേ. വേദയ്ക്ക് ഒരു കരച്ചിലൊക്കെ വരികയാണ്. അങ്ങനെ വേദ പെട്ടെന്ന് വിക്രമിന് നെഞ്ചിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വിക്രമേ എന്നിങ്ങനെ വിളിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം ചാടി എണീക്കുകയാണ്. അത് വിക്രം കണ്ടൊരു സ്വപ്നമായിരിക്കും കേട്ടോ. കാരണം ഇവർ തമ്മിൽ ശാരീരികമായി തന്നെ അടുത്തത് കൊണ്ട് തന്നെ വിക്രം ആ ഒരു ഉൾഭയത്തോടു കൂടി ആയിരിക്കും കിടന്നുറങ്ങണത്. അപ്പോൾ വിക്രമിന് തോന്നുകയാണ് വേദ ഗർഭിണിയായി എന്നൊക്കെ വിക്രം ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അപ്പോൾ വേദ അടുത്ത് വന്നിട്ട് എന്താടോ ചിരിച്ചുകൊണ്ടൊരു ഉറക്കം എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, അതെന്തോ ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ട. എന്ത് സ്വപ്നം? ഇപ്പം അടിക്കടി ഭയങ്കര സ്വപ്നം കാണിച്ചാണല്ലോ, എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. ആ സമയത്ത് അത് പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടു, അത് ഉടനെ തന്നെ സത്യമാകും, അത് തന്നോട് പറഞ്ഞാൽ താൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതെന്ത് സ്വപ്ന എന്ന് പറഞ്ഞ് വേണ്ട അല്ലേ ഇപ്പം പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അതൊന്നും പറ്റില്ല, പറഞ്ഞ് എന്താ സ്വപ്നം കണ്ടതെന്ന് എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. ആ സമയത്ത് വിക്രം പറയണം, അത് പിന്നെ തനിക്ക് തോട്ടത്തിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ എന്തോ ഒരു മനം പുരട്ടലും ഒരു തലകറക്കവും ഒക്കെ. അപ്പോൾ നമ്മുടെ ഗിവർഗീസ് ഏട്ടൻ്റെ ഭാര്യയില്ലേ, പുള്ളിക്കാരി വന്ന് തന്നെ ഒന്ന് പരിശോധിച്ചു. അപ്പോൾ തനിക്ക് വിശേഷമുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ വേദയ്ക്കും ഒരുപാട് സന്തോഷമാകാണ്. വേദ തുള്ളി ചാടുക വെച്ചാൽ വേദയ്ക്കും വിക്രമിൻ്റെ ആ ഒരു നാണവും സന്തോഷമൊക്കെ കണ്ടപ്പോൾ വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകാണ്. അങ്ങനെ വേദയും ഒരു കുഞ്ഞുകാലൊക്കെ സ്വപ്നം കണ്ടു തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രമാണെങ്കിൽ പള്ളിയിൽ ചെന്നിട്ട് കുമ്പസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. തൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും താൻ പോയ തെറ്റുകളും എല്ലാം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛനാണെങ്കിൽ നല്ലൊരു പോംവഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മനസ്സിനൊരു ധൈര്യം ഒക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഇനി തൻ്റെ ജീവിതം കുറച്ച് ദുർഘടമാണെങ്കിലും അതൊക്കെ ഒന്ന് പര്യവസാനിച്ചിട്ട് താൻ നല്ലൊരു ജീവിതം മുൻപോട്ട് നയിക്കും. അതെനിക്ക് എല്ലാവരും തൻ്റെ കൂടെ കാണും, പക്ഷെ പിന്നെയും ശത്രുക്കൾ തൻ്റെ പിന്നാലെ ഉണ്ടെങ്കിലും ആ ശത്രുക്കളെയൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ട് തനിക്കൊരു തുണ തൻ്റെ ദൈവം തന്നിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വിക്രമിനൊരു മനോധൈര്യം തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അനിയൻകുട്ടനെ ആണെങ്കിൽ അച്ഛനാണെങ്കിൽ കൗൺസിലിംഗ് ചെയ്യാണ്. അതുപോലെ തന്നെ ഒരു കൗൺസിലർ, ഒരു ഡോക്ടർ അവിടെ വന്നു പോകുന്നുണ്ട്. ആ ഡോക്ടറുടെ അടുത്തും ചെക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൂർണ്ണമായിട്ടും അനിയൻകുട്ടൻ്റെ അസുഖം ഭേദമാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനിയൻകുട്ടനാണെങ്കിൽ ആ ഒരു സത്യം വിക്രമിനോടും വേദയോടും തുറന്നു പറയുകയാണേ. അതായത് താൻ കണ്ട ആ ഒരു നഗ്ന സത്യം, അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല വേദയുടെ ചേട്ടനും അതുപോലെ തന്നെ ചേട്ടൻ്റെ അമ്മായിയപ്പനുമാണെന്നുള്ള കാര്യം അനിയൻകുട്ടൻ തുറന്നു പറയുമ്പോൾ വേദയുടെ ചങ്ക് പൊടിയാണ് കേട്ടോ. വേദ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. കാരണം തൻ്റെ ഏട്ടൻ ഇത്രമാത്രം ക്രൂരനാകുമായിരുന്നോ എന്നിങ്ങനെ ചിന്ത വേദയുടെ മനസ്സിൽ കടന്നു പോകുകയാണ്. തന്നെ എടുത്തു വളർത്തിയതും തന്നെ ചുംബിച്ചതും അതുപോലെ തന്നെ തന്നെ സ്നേഹിച്ചതും ഒക്കെ ഇങ്ങനെ ഒരു നിമിഷം വേദ ഓർത്തു പോകുകയാണ് കേട്ടോ. വേദയുടെ കുട്ടിക്കാലത്ത് വേദന എടുത്തുകൊണ്ട് നടന്ന തൻ്റെ ഏട്ടൻ ഇപ്പോൾ ഇല്ല, അതിന് പകരം മറ്റൊരാളാണ് ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ വേദ പറയാൻ കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ വിക്രമിനും സങ്കടമാകുന്നുണ്ട്. വിക്രം പറഞ്ഞിട്ട് താൻ വിഷമിക്കാതെടോ, മനുഷ്യനെ ഇങ്ങനെയൊക്കെ ആക്കുന്നത് ചില സാഹചര്യങ്ങളാവാം, എന്നെ അത്രമാത്രം വെറുത്തതല്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നോടുള്ള വെറുപ്പ് തന്നിലേക്കും ആയത്. പിന്നെ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു പോരാട്ടം, അതങ്ങ് എഴുതി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പോരാട്ടമൊക്കെ നിൽക്കത്തില്ലേടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല, ഇനി ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ആ സ്വത്തുക്കൾ എനിക്ക് അവകാശപ്പെട്ടതും എല്ലാം, എനിക്ക് അവകാശപ്പെട്ടതിൽ നിന്ന് ഒരു തരിമ്പ് പോലും ഞാൻ കുറയ്ക്കില്ല, എല്ലാം ചോദിച്ച് തന്നെ വാങ്ങും. എന്നിട്ട് ആ ഏട്ടൻ്റെ മുൻപിൽ അന്തസ്സായിട്ട് എനിക്ക് ജീവിക്കണം. അവൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം അവന് ശിക്ഷയും മേടിച്ചു കൊടുക്കണം. അവൻ്റെ പ്രതിഭാഗം വക്കീൽ ഞാനായിരിക്കും എന്നൊക്കെയുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ കേട്ടോ വേദ. ഇതൊക്കെ കേൾക്കുമ്പോൾ വിക്രമിന് അതൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല വിക്രം. എങ്കിലും വിക്രം ഒന്നും പറയാതെ നിൽക്കാനുണ്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പാവം പൊളിക്കാൻ എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി നിന്നു കൊടുത്തു, അവസാനം അവളുടെ ജീവൻ തന്നെ ബലിയാടായി പോയല്ലോ എന്ന് വിക്രം ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ വേദയ്ക്ക് ഒരുപാട് സങ്കടമാണ് കേട്ടോ. കാരണം തൻ്റെ ഏട്ടൻ്റെ കൈ കൊണ്ടാണല്ലോ മരണപ്പെട്ടത്. അതുകൊണ്ട് വിക്രമിന് വല്ലാതെ അങ്ങ് വിഷമാവുകയാണ്.
പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപ്തിയുടെ കാര്യവും വേദ ഇങ്ങനെ പറയുന്നുണ്ട്, സ്വന്തം അനീത്തിയുടെ ജീവിതം തകർക്കാനല്ലേ ശ്രമിച്ചത്, അനീത്തിയുടെ അതുപോലെ ജീവനായിട്ട് കണ്ട അവൾ സ്നേഹിച്ച ആ ഒരു പുരുഷനെ അല്ലേ ഏട്ടൻ കൊന്നു കളഞ്ഞത്, അവൾ അറിയണം, അവൾ അറിഞ്ഞാൽ ഏട്ടനെ കൊല്ലുന്നത് അവളായിരിക്കും എന്നിങ്ങനെ പറയാനുണ്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ വിക്രം പറയുന്നുണ്ട്, വരുണിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ നിൻ്റെ ഏട്ടനാണെന്ന് അറിഞ്ഞെങ്കിൽ വാസുവൻ അടങ്ങിയിരിക്കില്ല, വാസുവിൻ്റെ ആ അരയിലുള്ള ആ ഒരു തോക്കിലെ ഉണ്ട് നിൻ്റെ ഏട്ടൻ്റെ ചങ്കിൽ തന്നെ തറയ്ക്കും എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല എനിക്കിപ്പോൾ ഒരു സങ്കടവും ഇല്ല, കാരണം ഇത്രമാത്രം ചെയ്ത് ഓരോരുത്തരെ കൊന്ന് ചോര കാണുന്ന എൻ്റെ ഏട്ടൻ അവൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അവൻ അനുഭവിക്കുക തന്നെ വേണം, ഇനി അവൻ ആവർത്തിച്ചുകൂടാ ഇതൊന്നും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി അനിയൻകുട്ടനെ ഇവിടെ നിന്നും സേഫായിട്ട് എത്തിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് ഈ സത്യങ്ങളൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരണം, അതിന് നമുക്കൊരു സഹായിയും വേണം, അതിന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സഹായിയെ വേണം എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അത് ദർശനോട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം, അങ്ങനെ ദർശൻ വഴിയേ നമുക്കിനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ, കോടതിയിലെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ നമ്മുടെ ഒപ്പം ദർശൻ വേണം, അതുകൊണ്ട് ദർശനോട് കാര്യങ്ങളൊക്കെ അറിയിക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ദർശനെ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ തന്നെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ദർശനാണെങ്കിൽ ആകെ തകർന്നു പോകുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രീയേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ വേദേ, ശ്രീയേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ, സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നിൻ്റെയും എൻ്റെ വിവാഹം ഉറപ്പിച്ചതും ഒക്കെ, എന്നിട്ട് എങ്ങനെ ശ്രീയേട്ടന് മനസ്സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നു, അതിൻ്റെ ഒപ്പം തുള്ളാൻ എൻ്റെ അച്ഛനും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ഇത്രയും നാളും നമ്മുടെ മുൻപിൽ ചിരിച്ചവർ തന്നെ നമ്മൾ ചിരിച്ച് കഴുത്തിറക്കുവാന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, എന്നാലും 2 ജീവനാണ് അവർ കാരണം പൊലിഞ്ഞു പോയത്, ഇനി വിക്രമിനെയും കൂടെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്, ഇനി ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കാനാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രമിൻ്റെ മേലെ അവരുടെ കൈകൾ ഉയരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് മുൻപേ തന്നെ അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കാനും അത് നിയമത്തിന് മുൻപിലും അവരെ കൊണ്ടുവരണം എന്ന് ഞാൻ പറയുന്നത്, അതിന് ദർശയുടെ സഹായം എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ദർശനം പറയുന്നുണ്ട്, കാര്യം എൻ്റെ ബ്രദറിൻലോയും അതുപോലെ തന്നെ എൻ്റെ അച്ഛനും ഒക്കെ ആണെങ്കിലും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം, ആ ഒരു കാര്യത്തിൽ നിൻ്റെ ഒപ്പം തന്നെ ഞാനുണ്ടാവും, നീ ഒന്നുകൊണ്ടും എന്നെ ഇതാക്കേണ്ട, നിൻ്റെ ഒപ്പം തന്നെ ഞാനുണ്ടാവും, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം, അതിന് ഞാനും ഏതറ്റം വരെ പോകും, നിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഉണ്ടാകും വേദേ, എന്ത് സഹായം വേണമെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാം, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മൂവ് ചെയ്തോളാം, നീ എത്രയും പെട്ടെന്ന് സേഫായിട്ട് അനിയൻകുട്ടനെയും വിക്രമിനെയും കൂട്ടി ഇവിടെ എത്തിയാൽ മതി, നിനക്ക് വണ്ടിയുടെ എന്തെങ്കിലും ഏർപ്പാടോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നീ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, നീ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു ആശ്വാസ വാക്കുകൾ നമ്മുടെ ദർശനം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് വിക്രമിനെയും അതുപോലെ തന്നെ നമ്മുടെ അനിയൻകുട്ടനെയൊക്കെ കൂട്ടി ആ കേസിൻ്റെ ദിവസമൊക്കെ ആകുമ്പോഴത്തേനും വേദയാണെങ്കിൽ കോടതിയിൽ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഇവരെ കൊല്ലാനൊക്കെ ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്തൊക്കെ ശങ്കരൻ നാരായണൻ ഇടപെട്ട് അതെല്ലാം തകർക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ഫോൺ ചെയ്തിട്ട് വേദയൊക്കെയുള്ള ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയും ഗുണ്ടകൾക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയും എത്രയും പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ ഒരു തീരുമാനമാക്കണം, അവർ കോടതിയിൽ വരാൻ പാടില്ല, അനിയൻകുട്ടനെ കൊല്ലണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ ശങ്കരൻ നാരായണൻ കേൾക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ആദ്യം ഒന്ന് ശങ്കരൻ നാരായണൻ നെഞ്ചൊന്ന് പിടയുന്നുണ്ട്. കാരണം നീതിക്ക് വേണ്ടി വാദിക്കുകയും നീതിന്യായ കോടതിയിലെ മേധാവിയുമായ തൻ്റെ മകൻ തന്നെ ഈ അനീതി കാണിക്കുമ്പോൾ തൻ്റെ സ്ഥാനം എവിടെ പോയി, താൻ വളർത്തിയ മക്കൾ പിഴച്ചു പോയോ എന്നൊക്കെയുള്ള ചിന്ത ഇങ്ങനെ ഓടുകയാണ് കേട്ടോ ശങ്കരൻ നാരായണൻ്റെ മനസ്സിൽ. അങ്ങനെ ശങ്കരൻ നാരായണൻ ആകെ വേവലാതിപ്പെട്ട് നിൽക്കുകയാണേ. ഈ ഒരു സമയത്തായിരിക്കും നമ്മുടെ ശങ്കരനാരായണൻ തീരുമാനിക്കുകയാണ്, ഇനി എന്തൊക്കെ വന്നാലും ശരി അവൻ ചെയ്തു കൂട്ടിയ ഈ പാപങ്ങൾക്കൊക്കെ ശിക്ഷ അവൻ അനുഭവിക്കുക തന്നെ വേണം. അതിനോടൊപ്പം അനിയൻകുട്ടന് യാതൊരുവിധ കുഴപ്പവും ഉണ്ടാവാനും പാടില്ല. കാരണം എല്ലാം നേരിട്ട് കണ്ട് ദൃക്സാക്ഷി അനിയൻകുട്ടൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അനിയൻകുട്ടന് കോടതിയിൽ എത്തുക തന്നെ ചെയ്യണം. അതിനെന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്യും പത്മം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വേദയുടെ അമ്മയ്ക്കാണെങ്കിൽ ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ. ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ. തൻ്റെ മകൻ ജയിലിലാകുമോ എന്നുള്ളൊരു ഭയം ആ ഒരു അമ്മയുടെ മനസ്സിലുണ്ട്. അങ്ങനെ ശങ്കരൻ നാരായണൻ നമ്മുടെ ശ്രീകാന്തിനെ പോയി കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ വിളിച്ച് പറയണത് ഞാൻ കേട്ടു, നീ എന്തിനാ അവരെ ഭയക്കുന്നത്, അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ നീ തന്നെയല്ലേ, അനിയൻകുട്ടനെ കൊല്ലാൻ നീ എന്തിന് തീരുമാനമെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് ഓരോ കഴിവുകളൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് അതിനെയൊക്കെ മറികടത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ടും പറയുന്നുണ്ട്, അച്ഛൻ പകുതി മാത്രമേ കേട്ടുള്ളൂ, അതിന് പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാനൊന്നും അല്ല ആ പുള്ളിക്കനെ കൊന്നതോ അല്ലെങ്കിൽ വരുണിനെ കൊന്നതോ ഒന്നും ഞാനല്ല, പക്ഷേ അനിയൻകുട്ടൻ എൻ്റെ പേരെ പറയുള്ളൂ,
കാരണം അനിയൻകുട്ടൻ വിക്രമിൻ്റെ കൂട്ടുകാരനാണ്, അതുകൊണ്ടാണ് അനിയൻകുട്ടനെ ഞാൻ കൊല്ലാൻ പറഞ്ഞത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടും അല്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ശങ്കരനാരായണൻ അതൊന്നും വിശ്വസിക്കുന്നില്ലേ. അങ്ങനെ പിന്നീട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ഇവിടുന്ന് ഞാൻ അടിച്ചിറക്കണ്ടെങ്കിൽ, പോലീസിനെ ഞാൻ വിളിക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് നീ ഏർപ്പാടാക്കിയ ഗുണ്ടകളോട് തിരികെ വരാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ശ്രീകാന്ത് വേറെ വഴിയില്ലാതെ ആ ഗുണ്ടകളോട് അവരെ വെറുതെ വിട്ടേക്കാൻ പറയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് അവർ കോടതിയിലെത്തുകയും അതുപോലെ തെളിവ് സഹിതം വിക്രമ ഈ തെറ്റുകാരനല്ലാന്നും ഒക്കെ കുറ്റവിമുക്തനാണെന്നും കോടതി വിധി പറയുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വാസവനാണെങ്കിൽ നമ്മുടെ അനിയൻകുട്ടനെയും അതുപോലെ തന്നെ വിക്രമിനെയും കാണാനായിട്ട് എത്തുകയാണേ. ഈ സമയത്ത് വേദയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കാനുണ്ട്. അപ്പോൾ വേദയോട് നമ്മുടെ അനിയൻകുട്ടൻ ചോദിക്കുന്നുണ്ട്, ഞാൻ പറയണ വാസവനോട് ഇതൊക്കെ ചെയ്തത് വേദയുടെ ഏട്ടനാണെന്ന് പറഞ്ഞാൽ വാസവൻ എന്തിനും മടിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, എൻ്റെ ഏട്ടന് ഇത്രയൊക്കെ തെമ്മാടിത്തരം കാണിക്കാമെങ്കിൽ പിന്നെ ഏട്ടൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ ഏട്ടൻ അനുഭവിക്കുക തന്നെ വേണ്ടേ. അതുകൊണ്ട് അനിയൻകുട്ടൻ അറിയാവുന്ന സത്യങ്ങൾ അനിയൻകുട്ടൻ വാസവനോട് പറഞ്ഞു, പിന്നെ എന്ത് നടക്കുന്നു അത് ഈശ്വരവിധി എന്ന് മാത്രം ഞാൻ കരുതുന്നുള്ളൂ എന്ന് പറഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടി വേദ അങ്ങനെ കയറി പോകുവാൻ കേട്ടോ. അങ്ങനെ വാസവൻ വന്നിട്ട് നമ്മുടെ വേദയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അനിയൻകുട്ടനെ കാണാൻ വേണ്ടി വരികയും അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യാൻ കേട്ടോ. അങ്ങനെ അനിയൻകുട്ടൻ സത്യങ്ങളെല്ലാം പറയാൻ കേട്ടോ. അങ്ങനെ വരുണിനെ കൊന്നതും പിന്നീട് പുളിക്കനെ കൊന്നതും എല്ലാം നമ്മുടെ വേദയുടെ ഏട്ടനും അമ്മായച്ഛനും കൂടിയാണെന്നുള്ള സത്യങ്ങളെല്ലാം പറയാൻ കേട്ടോ. ഇത് കേട്ട് കലിയിളകിയ വാസവനാണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോരുകയാണേ. ആ ഇറങ്ങിപ്പോരുമ്പോൾ വാസവൻ്റെ മനസ്സിൽ ആ വരുൺ മരിച്ച ദിവസം നമ്മുടെ ശ്രീകാന്ത് കാണാനെത്തിയ കാര്യവും അതുപോലെ തന്നെ വിക്രമിനെ കൊല്ലാൻ വേണ്ടി വാസുവിനൊപ്പം നടന്ന കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ തൻ്റെ കൂടെ നടന്ന് തന്നെ ചതിച്ച ആ ശ്രീകാന്ത് ഇനി ഈ ഭൂമിയിൽ ജീവനോട് ഉണ്ടാവരുത് എന്നുള്ള ഉറച്ച തീരുമാനമെടുക്കാൻ കേട്ടോ വാസുവൻ. അതിനുള്ള തത്രപ്പാടിലായിരിക്കും വാസുവൻ.